ഞാനിന്ന് നാട്ടിലേക്ക് വരികയാണ് ബാംഗ്ലൂരിൽ നിന്നും. പ്ലാൻ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ, കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂർ. യാത്ര തുടങ്ങാനായി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് KSR റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്നും പുറപ്പെടുന്ന 22665 കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസ് എന്ന ട്രെയിനിലാണ് നമ്മളിന്ന് KSRൽ നിന്നും കോയമ്പത്തൂരിലേക്ക് യാത്ര ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 2:15 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. നമുക്ക് 2 തരത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഒന്ന് സെക്കൻഡ് സീറ്റിങ്ങും നെക്സ്റ്റ് AC ചെയർ കാറുമാണ്. ചെയർ കാറിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വരുന്നത് മുകളിലും താഴെയുമായിട്ടാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നോർമൽ സിറ്റിംഗ് ആണ്. AC ചെയർ കാറിന് 635 രൂപയും സെക്കൻഡ് സീറ്റിനാണെങ്കിൽ 180 രൂപയുമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ പുറമേ നിന്നും കണ്ടിരുന്ന മുകളിലത്തെ നില. ഇവിടെ നിന്ന് തന്നെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കും. താഴത്തേക്ക് പോകുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ സിറ്റിംഗ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇതേപോലെ താഴത്തേക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കും. സോ ഈ ഒരു ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു രീതിയിലാണ് ട്രെയിനിലെ ഉള്ളിലെ അകവശം. കൃത്യസമയത്ത് തന്നെ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട്. 2:15 തന്നെ. ഞാൻ ഈ ട്രെയിൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തേക്കുള്ള ട്രെയിനുകൾ നോക്കിയപ്പോൾ എല്ലാ ട്രെയിനിലും സീറ്റെല്ലാം ബുക്ക്ഡ് ആണ്. ഇതിൽ നോക്കിയപ്പോൾ സീറ്റുകളൊന്നും ബുക്ക്ഡ് അല്ല, ഒഴിവുണ്ട്. നമുക്ക് നോർമൽ രീതിയിൽ തന്നെ IRCTCയിൽ ബുക്ക് ചെയ്യാം. കോയമ്പത്തൂർക്ക് ഏകദേശം രാത്രി 9 മണിയാകുമ്പോൾ എത്താറുണ്ട്. കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത്. അവിടെ വരെയുള്ള ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. രാത്രി കറക്റ്റ് 9 മണിയാകുമ്പോൾ നമ്മുടെ ട്രെയിൻ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്തൊരു ട്രെയിൻ വരുന്നുണ്ട് ഒരു 10:30 സമയത്ത്. ആ ഒരു ട്രെയിൻ കയറി തൃശ്ശൂർക്ക് എത്തിച്ചേരാനാണ്. പിന്നെ വേറൊരു ടിപ്പ്, നമുക്ക് ഇവിടെ നിന്ന് KSRTCയിലും തൃശ്ശൂർക്ക് പോകാൻ സാധിക്കുന്നതാണ്. എൻ്റെ KSRTC ആപ്ലിക്കേഷൻ നോക്കിയപ്പോൾ 3 ബസ്സുകളുടെ അവൈലബിലിറ്റി കണ്ട്. ഏകദേശം 200 രൂപയ്ക്ക് അടുത്താണ് വരുന്നത് ടിക്കറ്റ് റേറ്റ്. സോ ഇനി ഇവിടുന്ന് തൃശ്ശൂർക്കുള്ള ട്രെയിൻ കയറിയിട്ട് പോകേണ്ടതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇട്ടുന്നില്ല. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് മുന്നിൽ വരാം. ബൈ.